മൊത്തി അഴകിന് പേര് കേട്ട കൊമ്പനാണ് എറണാകുളം ശിവകുമാർ എന്ന് എല്ലാവർക്കും അറിയാം. പ്രത്യേകിച്ച് പോയ വർഷവും പൂരത്തിന് വിളംബരത്തിന് എറണാകുളം ശിവകുമാറാണ് ആ തെക്കേ ഗോപുര നട തുറന്ന് അഴകോടെ ആ ഒരു തലയെടുപ്പോടെ പെരുമയോടെ പുറത്തേക്ക് ഇറങ്ങുന്നത്. അത് കാത്താണിന്ന് തൃശ്ശൂരും പൂരപ്രേമികളും എല്ലാവരും ഉള്ളത്. അതിനായിട്ട് ആ ഒരു മനോഹര നിമിഷത്തിനായിട്ട് എറണാകുളം ശിവകുമാർ ഇവിടെ കാത്തു നിൽക്കുകയാണ്. എറണാകുളം ശിവകുമാറിനെ സമയങ്ങളൊക്കെ ഒരുക്കാനായി എറണാകുളം ശിവകുമാറിനെ ഇവിടെ നിർത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്നും നെയ്തലക്കാവിൽ അമ്മയെ ഏറ്റിക്കൊണ്ട് എറണാകുളം ശിവകുമാർ യാത്രയാവും. ഇവിടെ നിന്ന് തെക്കേ ഗോപുര നട തുറന്ന്, അതായത് നെയ്തലക്കാവിൽ അമ്മയെ സാക്ഷിയാക്കിയാണ് വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നട തുറക്കുക. അതോടെ ആയിരിക്കും പൂരത്തിൻ്റെ വിളംബരം നടക്കുക. ശ്രീമൂല സ്ഥാനത്തെത്തി പൂരം വിളംബരം ചെയ്യും. അതോടുകൂടി ആയിരിക്കും തൃശ്ശൂർ ആവേശത്തിലെത്തുന്നത്. നമ്മളിപ്പോൾ ഈ എറണാകുളം ശിവകുമാറിനെ കാണുന്നത് പോലെ ഈ ആനകളെയെല്ലാം സഖ്യപുത്രന്മാരെയെല്ലാം ചമയങ്ങളില്ലാതെ കാണാൻ പറ്റുന്ന ഒരു ദിവസം കൂടിയായിരിക്കും ഈ പൂരത്തലേന്ന്. അതുകൊണ്ട് തന്നെ ഇന്ന് തൃശ്ശൂർ ആകെ ആവേശത്തോടെ മാറുകയാണ്. പൂരത്തലേന്ന് തൃശ്ശൂർകാർക്ക് ഉറക്കമില്ല എന്നാണ് പറയുന്നത്. അത്രത്തോളം ആവേശമാണ്, വലിയ ആവേശം എറണാകുളം ശിവകുമാറിനെ കാണാൻ. നെയ്തലക്കാവിലമ്മയുടെ സന്നിധിയിൽ ഒരുപാട് പേര് ഇപ്പോൾ എത്തിയിട്ടുണ്ട്. ചേട്ടാ, എറണാകുളം ശിവകുമാറിന്റെ ആരാധകനാണോ? ആരാധനാണ്. കാണാൻ വന്ന് രാവിലെ തന്നെ അല്ലേ? ഇവിടെ നിന്ന് യാത്രയാവും അല്ലേ? ഇവിടെ നിന്ന് യാത്രയാവും. ഒപ്പം ഉണ്ടാവും? കൂടെ ഉണ്ടാവും. എങ്ങനെയുണ്ട് ആവേശക്കുറി? അടിപൊളി. കൊമ്പനാണല്ലേ അഴക്? നല്ല അഴകുള്ള ആനയല്ലേ. ഫാൻസ് ഉണ്ടോ? ഒരുപാട് ഫാൻസ് ഇല്ലല്ലോ. ഒരുപാട് ഫാൻസ് ഉണ്ടാവും. ഓക്കെ, രാവിലെ തന്നെ എത്തി. 6 മണിക്ക് വന്നിട്ടില്ല. ഇനി ആ തെക്കേ ഗോപുരയുടെ തുറന്ന് ഇങ്ങോട്ട് വരുന്നതാണ് കാണേണ്ടതല്ലേ? ഗംഭീര ജനങ്ങളുണ്ടാവും, ഒരുപാട് ജനങ്ങളുണ്ട്. ഉറപ്പാണ്? ഉറപ്പ്. അതിനെയാണ് മോത്തി. അതായത് ഈ തെക്കേ ഗോപുര നട തുറന്ന് കൊമ്പൻ ഇറങ്ങി വരുന്ന ആ ഒരു കാഴ്ച, അത് തന്നെയാണ് നമുക്കറിയാം പൂരത്തിലെ ഏറ്റവും മനോഹരമായ കാഴ്ച. പൂരം തുടങ്ങി എന്ന് നാടൊട്ടാകെ അറിയിക്കുന്ന പൂര വിളംബരം അതാണ്. അതായത് ഇവിടെ നിന്ന് നെയ്തലക്കാവിലമ്മയുടെ ഈ സന്നിധിയിൽ നിന്നാണ് യാത്രയാവുന്നത്. അങ്ങനെ നെയ്തലക്കാവിലമ്മയാണ് പൂരം വിളംബരം ചെയ്യുന്നത്. ഇവിടെ നിന്ന് യാത്രയായി അത് മണികണ്ഠനാലിലെത്തും. മണികണ്ഠനാലിൽ വലിയ മേള പെരുപ്പ ഉണ്ടാവും. മേള കൊഴുപ്പോടെ ആയിരിക്കും യാത്രയാവുക. അവിടെ നിന്ന് യാത്ര തുടർന്ന് തെക്കേ ഗോപുര നട തുറന്ന് പുറത്തേക്കെത്തും. അതായത് നെയ്തലക്കാവിലമ്മ സാക്ഷിയായിട്ടായിരിക്കും വടക്കുന്നാഥന്റെ തെക്കേ ഗോപുരം നട തുറക്കുക. അതോടെ പൂരത്തിന്റെ ആവേശത്തിൽ. ശരി ആദിത്യൻ, ഏതായാലും പൂരപ്പറമ്പിലൊക്കെ തന്നെ ഉണ്ടാവുമല്ലോ ആദിത്യൻ. ഇനിയുള്ള മിനിറ്റുകളിലും മണിക്കൂറുകളിലും എല്ലാം ആദിത്യനിലേക്കും അവിടെയുള്ള എല്ലാ സംഘങ്ങളിലേക്കും എത്താം. അതുവരെ പൂരം പറമ്പൊക്കെ ഒന്ന് ചുറ്റിക്കണ്ട് അവിടെ ഇങ്ങനെ അടിച്ച് പൊളിച്ച് തുടരുക.